ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് സമ്മാനിക്കും. ഭീകരതയെ നേരിടുന്നതിൽ ഇന്ത്യയ്ക്കും അമേരിക്കയ്ക്കും സമാന അഭിപ്രായമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഗോത്ര സമൂഹങ്ങളെ ഏകീകൃത സിവിൽ കോഡിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കാൻ പ്രത്യേക വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. CBSE 12ാം ക്ലാസ് ഉത്തരക്കടലാസുകളുടെ പകർപ്പിനായി അപേക്ഷിക്കാനുള്ള സമയപരിധി നീട്ടി. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ 40 റൺസിന് പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാര വിതരണം. ആകെ 131 പത്മ പുരസ്കാരങ്ങളാണ് ഈ വർഷം പ്രഖ്യാപിച്ചത്. പുരസ്കാര ജേതാക്കളിൽ 19 പേർ സ്ത്രീകളാണ്. 2 പത്മവിഭൂഷൺ, 6 പത്മഭൂഷൺ, 58 പത്മശ്രീ എന്നിവയുൾപ്പെടെ 66 പുരസ്കാരങ്ങളാണ് രാഷ്ട്രപതി ഇന്ന് വിതരണം ചെയ്യുക. ബാക്കിയുള്ളവ പിന്നീട് നൽകും. കേരളത്തിൽ നിന്നും KT തോമസ്, P നാരായണൻ, VS അച്യുതാനന്ദൻ, മമ്മൂട്ടി എന്നിവരുൾപ്പെടെ 8 പേരാണ് പുരസ്കാരത്തിന് അർഹരായത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, ഊർജ്ജം, മൊബിലിറ്റി, പ്രാദേശിക സുരക്ഷ എന്നിവയുൾപ്പെടെയുള്ള പ്രധാന മേഖലകളെക്കുറിച്ച് ചർച്ച ചെയ്തു. കടൽ മാർഗമുള്ള സുരക്ഷിതവും സുഗമവുമായ വാണിജ്യം ഉറപ്പാക്കുന്നതിൽ ഇന്ത്യയ്ക്കും അമേരിക്കയ്ക്കും ഒരേ നിലപാടാണുള്ളതെന്ന് പശ്ചിമേഷ്യൻ സാഹചര്യം സൂചിപ്പിച്ചുകൊണ്ട് ശ്രീ ജയശങ്കർ പറഞ്ഞു. സംഭാഷണത്തിനും നയതന്ത്രത്തിനും മുൻഗണന നൽകണമെന്നും അദ്ദേഹം ആവർത്തിച്ചു. ഭീകരതയെ എല്ലാ തലങ്ങളിലും നേരിടുന്നതിൽ ഇന്ത്യയ്ക്കും അമേരിക്കയ്ക്കും സമാന അഭിപ്രായമാണുള്ളതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്നലെ ന്യൂഡൽഹിയിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ 250ാമത് സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ സന്ദർശനം ഇന്ത്യ US ബന്ധത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നതായി ശ്രീ ജയശങ്കർ പറഞ്ഞു. അമേരിക്കയുടെ 250ാം സ്വാതന്ത്ര്യ വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ ഇന്നലെ നടന്ന പരിപാടിക്കിടെ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫോണിൽ സംസാരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നല്ല സൌഹൃദമാണെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഇതിനു മുൻപ് ഇത്രയും അടുത്തിട്ടില്ലെന്നും ട്രംപ് പറഞ്ഞു. എല്ലാ ഗോത്ര സമൂഹങ്ങളെയും ഏകീകൃത സിവിൽ കോഡിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കാൻ പ്രത്യേക വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ ജൻജാതി സംസ്കൃതി സമാഗമത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഏകീകൃത സിവിൽ കോഡ് ഒരു ഗോത്രാവകാശങ്ങളെയും ലംഘിക്കില്ലെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. UCC से कोई वनवासी अधिकारों का अतिक्रमण नहीं होने वाला है. 2 राज्यों में हमने UCC को लागू किया है, गुजरात और उत्तराखंड. UCC से कोई वनवासी भाई, कोई जनजाति का परंपराओं के साथ खिलवाड़ नहीं होने वाला है. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള വ്യാപിക്കുന്ന സാഹചര്യത്തിൽ കോങ്കോ, യുഗാണ്ട, ദക്ഷിണ സുഡാൻ എന്നീ രാജ്യങ്ങളിലേക്ക് അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകി. വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ആഫ്രിക്കയുടെ രോഗനിവാരണ പ്രതിരോധ കേന്ദ്രങ്ങളിലേക്ക് ഇന്ത്യ അടിയന്തര വൈദ്യസഹായ കിറ്റുകൾ അയച്ചു. കേരളത്തിലും സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. കോങ്കോയുടെ കിഴക്കൻ മേഖലയിൽ എബോള എന്ന് സംശയിക്കപ്പെടുന്ന കേസുകളുടെ എണ്ണം 900 കടന്നതായി കോങ്കോ ഭരണകൂടം. 904 കേസുകളും 119 മരണങ്ങളുമാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. കോങ്കോയിൽ വളരെ ഉയർന്ന അപകട സാധ്യതയുള്ള രോഗം ആഗോളതലത്തിൽ പടരാനുള്ള സാധ്യത കുറവാണെന്ന് ലോകാരോഗ്യ സംഘടന പറഞ്ഞു. ഇറാനുമായി കരാറിൽ ഏർപ്പെടാൻ തിടുക്കം കാണിക്കരുതെന്ന് തന്റെ പ്രതിനിധികളോട് നിർദ്ദേശിച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 60 ദിവസത്തേക്ക് വെടിനിർത്തൽ നീട്ടുക, ഹോർമുസ് കടലിടുക്ക് തുറക്കുക, ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ ചർച്ചകൾ എന്നിവ കരാറിൽ ഉൾപ്പെടുന്നു. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രായേലും ഇറാനിൽ വ്യാപകമായ ആക്രമണങ്ങൾ നടത്തിയതാണ് പശ്ചിമേഷ്യയിലുടനീളം സംഘർഷത്തിന് കാരണമായത്.
CBSE 12ാം ക്ലാസ് ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പിനായി അപേക്ഷിക്കാനുള്ള സമയപരിധി ഒരു ദിവസം കൂടി നീട്ടി. അപേക്ഷകൾ നൽകാനുള്ള വിദ്യാർത്ഥികൾക്ക് ഇന്ന് കൂടി സൌകര്യം പ്രയോജനപ്പെടുത്താവുന്നതാണ്. അതേസമയം ഉത്തരക്കടലാസുകളുടെ പകർപ്പുകൾ ലഭിക്കാൻ അധിക തുക നൽകേണ്ടി വന്നവർക്ക് പണം മടക്കി നൽകുമെന്നും അപേക്ഷിച്ച എല്ലാവർക്കും പകർപ്പുകൾ ലഭ്യമാക്കുമെന്നും ബോർഡ് അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. പശ്ചിമ ബംഗാളിലെ ഫാൽത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ വിജയിച്ച BJP സ്ഥാനാർത്ഥി ദേവാങ്ഷു പാണ്ഡെയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. പശ്ചിമ ബംഗാളിന്റെ പുരോഗതിക്കായി തുടർന്നും പ്രവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ മാസം 28-ന് നടത്താൻ നിശ്ചയിച്ചിരുന്ന CUET UG പരീക്ഷകൾ മാറ്റിവെച്ചതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ബക്രീദ് അവധിയിലുണ്ടായ മാറ്റം കണക്കിലെടുത്താണ് തീരുമാനമെന്ന് NTA അറിയിച്ചു. പുതുക്കിയ പരീക്ഷാ തീയതികൾ ഉടൻ പ്രഖ്യാപിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0114575900 എന്ന നമ്പറിലോ CUET@UGINTA.aic.in എന്ന ഇമെയിൽ വിലാസത്തിലോ ബന്ധപ്പെടാവുന്നതാണ്. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ 40 റൺസിന് പരാജയപ്പെടുത്തി. ഇന്നലെ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ഡൽഹി ക്യാപിറ്റൽസ് നിശ്ചിത ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 203 റൺസ് നേടി. എന്നാൽ മറുപടി ബാറ്റിംഗിനിറങ്ങിയ കൊൽക്കത്തയ്ക്ക് 18.4 ഓവറിൽ 163 റൺസ് നേടാനേ കഴിഞ്ഞുള്ളൂ. മുംബൈയിൽ നടന്ന മറ്റൊരു മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് മുംബൈ ഇന്ത്യൻസിനെ 30 റൺസിന് പരാജയപ്പെടുത്തി. ഇന്ന് ലോക ഫുട്ബോൾ ദിനം. മനുഷ്യനെ ഒന്നിപ്പിക്കുന്ന ജനകീയ കായിക ഇനമായ ഫുട്ബോളിന്റെ ശക്തിയും സൌന്ദര്യവും വാക്കുകൾക്കതീതമാണ്. മൈതാനങ്ങളെ ത്രസിപ്പിച്ച അമരന്മാരായ ഫുട്ബോൾ വിസ്മയങ്ങളെ സ്മരിക്കാനുള്ള അവസരം കൂടിയാണ് ഈ ദിനം. ദിവസേനയുള്ള വ്യായാമവും ശാരീരിക പ്രവർത്തനങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിന് ഫിഫയും ലോകാരോഗ്യ സംഘടനയും നയിക്കുന്ന ആഗോള ക്യാമ്പയിനോടനുബന്ധിച്ച് സജീവമായി തുടരൂ എന്ന പ്രമേയത്തിലാണ് ദിനാചരണം സംഘടിപ്പിക്കുന്നത്. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്. രാജ്യത്തിന്റെയും വർണ്ണത്തിന്റെയും വംശീയതയുടെയും സമ്പത്തിന്റെയും അതിർവരമ്പുകളെല്ലാം മറന്ന് ജനങ്ങൾ ഒന്നിക്കുന്ന ലോകത്തിലെ ഭൂരിഭാഗം മനുഷ്യർക്കും ജീവശ്വാസമായ കായിക വിനോദമാണ് ഫുട്ബോൾ. 1924 മെയ് 25-ന് പാരീസിൽ നടന്ന വേനൽക്കാല ഒളിമ്പിക്സ് ഗെയിംസിനിടെ നടന്ന ആദ്യ അന്താരാഷ്ട്ര ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഓർമ്മയ്ക്കായാണ് UN ലോക ഫുട്ബോൾ ദിനം പ്രഖ്യാപിച്ചത്. 2 ആഴ്ചകൾക്കപ്പുറം ലോകം ഒരു കാൽപന്തായി ചുരുങ്ങി ഭൂമിയോളം വികസിക്കുന്ന ഫിഫ ലോകകപ്പിന്റെ പടിവാതിക്കൽ എത്തി നിൽക്കെ ഈ ഫുട്ബോൾ ദിനം ഏറെ സവിശേഷമാകുന്നു. അടുത്ത മാസം ആരംഭിക്കുന്ന ഫുട്ബോൾ ലോകകപ്പിന് മുന്നോടിയായി ബേസ് ക്യാമ്പ് അമേരിക്കയിൽ നിന്നും മെക്സിക്കോയിലേക്ക് മാറ്റാൻ തീരുമാനിച്ച ഇറാൻ ഫുട്ബോൾ ടീം. ഇക്കാര്യത്തിൽ ഇറാന് ഫിഫയുടെ അംഗീകാരം ലഭിച്ചു. പശ്ചിമേഷ്യയിലെ പ്രാദേശിക സംഘർഷങ്ങൾക്കിടെ 5 ദിവസത്തെ വാർഷിക ഹജ്ജ് തീർത്ഥാടനം ഇന്ന് ആരംഭിക്കുന്നു. ലോകമെമ്പാടുമുള്ള 1.6 ദശലക്ഷത്തിലധികം പേരാണ് മക്കയിൽ നിന്നും സൗദി അറേബ്യയിലെ മിനായിൽ ഒത്തുകൂടാനുള്ള യാത്ര ആരംഭിക്കുന്നത്. ഇന്ത്യയിൽ നിന്നും ഏകദേശം 1,75,000 തീർത്ഥാടകർ ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഈ മാസം 28 വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ തുടർച്ചയായ 2ാം ദിവസമായ ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ള മഞ്ഞ ജാഗ്രതയാണ്. ഇന്നലെ ഓറഞ്ച് ജാഗ്രതയുണ്ടായിരുന്ന എറണാകുളം ജില്ലയിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വയനാട് ജില്ലയിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കുമുണ്ട്. തൃശൂർ അതിരപ്പിള്ളി മലക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ഗതാഗതത്തിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. തമിഴ്നാട് ഭാഗത്തുനിന്നും അതിരപ്പിള്ളി, ചാലക്കുടി ഭാഗങ്ങളിലേക്ക് മലക്കപ്പാറ വഴി വരുന്ന വാഹനങ്ങളെ മലക്കപ്പാറ ചെക്ക് പോസ്റ്റിലും, ചാലക്കുടി അതിരപ്പിള്ളി ഭാഗത്തുനിന്നും മലക്കപ്പാറ, വാൽപ്പാറ ഭാഗങ്ങളിലേക്ക് പോകുന്ന വാഹനങ്ങളെ വാഴച്ചാൽ ചെക്ക് പോസ്റ്റിലും തടയും. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് സമ്മാനിക്കും. ഭീകരതയെ നേരിടുന്നതിൽ ഇന്ത്യയ്ക്കും അമേരിക്കയ്ക്കും സമാന അഭിപ്രായമെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ഗോത്ര സമൂഹങ്ങളെ ഏകീകൃത സിവിൽ കോഡിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കാൻ പ്രത്യേക വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. CBSE 12ാം ക്ലാസ് ഉത്തരക്കടലാസുകളുടെ പകർപ്പിനായി അപേക്ഷിക്കാനുള്ള സമയപരിധി നീട്ടി.
കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ 40 റൺസിന് പരാജയപ്പെടുത്തി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.